ബസ്സിലെ പ്രണയം. നഗരത്തിലെ തിരക്കുള്ള റൂട്ടിലോടുന്ന സാരഥി ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു പ്രസാദ്. ടിക്കറ്റ് മെഷീന്റെ ശബ്ദത്തിനിടയിലും യാത്രക്കാരുടെ ബഹളത്തിനിടയിലും അവൻ്റെ കണ്ണുകൾ എന്നും തിരഞ്ഞിരുന്നത് ഒരാളെ മാത്രം. സീറ്റിൽ ഇടതുവശത്തെ മൂന്നാമത്തെ വിൻഡോ സീറ്റിലിരിക്കുന്ന അഞ്ജലിയെ. അഞ്ജലി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു, ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയും. ആദ്യമൊക്കെ ടിക്കറ്റ് കൊടുക്കുമ്പോഴുള്ള ഔദ്യോഗികമായ കൈമാറ്റം മാത്രമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരിക്കൽ അഞ്ജലിയുടെ കയ്യിൽ ചില്ലറ തികയാതെ വന്നപ്പോൾ, സാരല്ല, നാളെ തന്നാ മതി എന്ന് പ്രസാദ് പുഞ്ചിരിയോടെ പറഞ്ഞു. ആ ഒരു നിമിഷമാണ് അവരുടെ സൗഹൃദത്തിൻ്റെ തുടക്കം. അവളെ കാണുമ്പോൾ അവൻ വല്ലാതൊരാനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. സംസാരമില്ലാത്ത സംഭാഷണങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ കണ്ണുകൾ സംസാരിച്ചു തുടങ്ങി. അഞ്ജലി ബസ്സിൽ കയറുമ്പോൾ തന്നെ പ്രസാദ് അവൾക്കായി ആ വിൻഡോ സീറ്റ് ഒഴിച്ചിടുമായിരുന്നു. അതൊരു രഹസ്യമായ കരുതൽ കൂടിയായിരുന്നു. തിരക്കുള്ള സമയങ്ങളിൽ പോലും അവൾക്ക് ടിക്കറ്റ് നൽകുമ്പോൾ രാഹുലിൻ്റെ വിരലുകൾ അല്പം കൂടുതൽ നേരം അവളുടെ കയ്യിൽ തങ്ങാൻ ആഗ്രഹിച്ചു. ചില പാട്ടുകൾ അവൾ വല്ലാതെ ആസ്വദിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ബസ്സിലെ സ്റ്റീരിയോയിൽ പ്ലേ ചെയ്യുന്നത് പ്രസാദിൻ്റെ ഒരു രീതിയായി മാറി. ഒരു മഴയുള്ള വൈകുന്നേരം ബസ്സിൽ തിരക്ക് കുറവായിരുന്ന സമയം അഞ്ജലി ചോദിച്ചു, എന്നും ഈ പാട്ടുകൾ തന്നെയാണല്ലോ, മാറ്റുന്നില്ലേ? പ്രസാദ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്നറിയാം, അതുകൊണ്ട് മാറ്റാൻ തോന്നുന്നില്ല. ഒരു ശനിയാഴ്ച അഞ്ജലി ബസ്സിൽ കയറിയത് വൈകിയാണ്. അവൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് പ്രസാദ് ശ്രദ്ധിച്ചു. അവൾ ഇറങ്ങാൻ നേരം പ്രസാദ് ടിക്കറ്റിൻ്റെ പുറകിൽ പെൻസിൽ കൊണ്ട് ഒരു ചെറിയ വരി എഴുതി കൊടുത്തു. വിഷമിക്കേണ്ട, നാളെ പുതിയൊരു ദിവസമാണ്. അതായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം. തിങ്കളാഴ്ച അവൾ ബസ്സിൽ കയറിയത് അവന് വേണ്ടി ഒരു ചെറിയ ഡയറി മിൽക്കുമായാണ്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ബസ് കണ്ടക്ടറായ പ്രസാദിനും ബാങ്ക് ഉദ്യോഗസ്ഥയായ അഞ്ജലിക്കുമിടയിൽ സാമൂഹികമായ വേർതിരിവുകളുണ്ടെന്ന് ചിലർ പറഞ്ഞെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിൽ അടുത്തു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ബസ്സിൽ കയറിയപ്പോൾ അഞ്ജലി പറഞ്ഞു അവൾക്ക് മറ്റൊരു നഗരത്തിലേക്ക് മാറ്റം കിട്ടിയിരിക്കുന്നു എന്ന്. അതായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവളുടെ സങ്കടത്തിൻ്റെ കാരണം. അവളെ കാണുമ്പോൾ അവനുണ്ടായിരുന്ന ആ സന്തോഷം പെട്ടെന്ന് മാഞ്ഞു. അവൾ സ്റ്റോപ്പെത്തി ബസ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പ്രസാദിൻ്റെ മനസ്സ് പിടഞ്ഞു. പക്ഷേ അവൾ തിരിഞ്ഞു നിന്ന് പ്രസാദിനോട് പറഞ്ഞു, ഈ ബസ് യാത്ര അവസാനിച്ചാലും നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുന്നില്ല. അത് കേട്ട് അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. സാരഥി ബസ് അടുത്ത സ്റ്റോപ്പിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ അവശേഷിച്ചത് ടിക്കറ്റുകളുടെ കണക്കല്ല, മറിച്ച് മാറ്റമില്ലാത്തൊരു പ്രണയത്തിൻ്റെ മനോഹരമായ ഓർമ്മയായിരുന്നു.